കാഴ്ച എന്നെ ഒരുപാട് ഇത് ചെയ്തിട്ടോ. ഇതുമായി ബന്ധപ്പെടുത്തിട്ട് യഥാർത്ഥത്തിൽ ഇത് എവിടെയോ ആരോ പങ്കുവെച്ച ഒരു വീഡിയോസാണ്, ഏതൊരു യൂട്യൂബർ പങ്കുവെച്ചതാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അമേരിക്കൻ ഗോട്ട് ടാലൻറ്റും അത്തരത്തിൽ വലിയ വലിയ സ്കില്ലുള്ളവരുടെ ലോകങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ ലോകത്ത് വലിയ വലിയ പ്രശസ്തരാവാനും അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടാനൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അരച്ചാൺ വയറിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം, എനിക്ക് തോന്നുന്നു, അമേരിക്കൻ ഗോട്ട് ടാലൻറ്റിനെ പോലും നെട്ടിക്കുന്ന രൂപത്തിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഇത്തരം തീ കൊണ്ടൊക്കെ ഇത്തരം കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹത്തിൽ ഇത്തരത്തിൽ പല മനുഷ്യരുണ്ട്. നമ്മൾ പലപ്പോഴും അവരൊക്കെ കാണാതെ പോവാറുണ്ട്. ഇത്തരം മനുഷ്യരൊക്കെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വലിയ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ എഫേർട്ട് എടുക്കുന്നത്. തീ കൊണ്ട് കളിക്കുന്നതും ഇത്രയും വളരെ ഇതുകൊണ്ടുള്ള ദൃശ്യം, ആ ദൃശ്യത്തിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും അതിൻ്റെ ബാക്കി കൂടെ നമുക്ക് കാണാം. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ നമ്മളെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരിലൊക്കെയുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അവർക്ക് വലിയ വലിയ അവസരങ്ങളും സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ മനുഷ്യനൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാനോ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടാനോ അത്തരത്തിൽ വലിയ അവസരങ്ങളിൽ വലിയ ഇതായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അന്നന്നത്തെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവസാനത്തിൽ എന്നെ നെട്ടിച്ചു പോയി. കാരണം അത്രയും ട്യൂബുകൾക്കിടയിൽ ആ ചില്ലിൻ്റെ മുകളിൽ കിടന്നിട്ട് അത് ഒറ്റയടിക്ക് പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം വയറ് വിശന്നിട്ടാണ് ഇത്രയും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് അറിയോ. നമ്മൾ ഒരു കുറച്ച് കഴിവുള്ള അല്ലെങ്കിൽ ഒരു സ്കില്ലുള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്തൊക്കെ ആ കുട്ടികളുടെ കഴിവുകളെ കണ്ടു വളർത്തി ഉയർത്തി കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ ആ കുഞ്ഞിനെ വളർത്താനും ആ കുഞ്ഞിനെ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാനൊക്കെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ മെനയാറുണ്ട്. പക്ഷേ ഇതേ സമയം സമൂഹത്തിൽ ഒരുപാട് വളർന്നതിന് ശേഷം ജീവിത മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലായി അഡ്വഞ്ചറായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളർന്നു വരുന്നവരൊക്കെ നമ്മൾ ഉയർത്തി കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്കും വലിയ വലിയ സ്പേസുകൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ലോകത്ത് ഇവരെ അറിയപ്പെടുന്ന നമുക്ക് ഒരു മനുഷ്യന് എന്നും നമ്മൾ സാധാരണ ഒരു മനുഷ്യന്
നമ്മൾ എന്നും ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണ് വിചാരിച്ചു, എന്നും ഒരു പാവപ്പെട്ട മനുഷ്യന് എന്നും ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണ് വിചാരിച്ചു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. അതേസമയം എന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച് ജീവിക്കും അല്ലേ. പക്ഷേ ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു സ്വയം പര്യാപ്തിക്ക് വേണ്ടി സമൂഹം എന്തെങ്കിലും ഒരു കച്ചവടം സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം അത്തരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി കഴിയുമ്പോൾ എന്താവും, ഒരു കുടുംബത്തിൻ്റെ പട്ടിണി മാറും. അവരെന്നും യാചിക്കുന്നവരാവില്ല. കാരണം അടുത്തൊരു കാലഘട്ടത്തിൽ അവർ കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് അവർ ആ ചെയ്ത സെയിം ജോലി വീണ്ടും മറ്റൊരു സൊസൈറ്റിയിലെ മറ്റൊരാൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. അങ്ങനെയല്ലേ? അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു മനുഷ്യനെ നമ്മൾ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പം ഈ കണ്ടല്ലോ ഈ വളരെ ആയിട്ടുള്ള ആ ദൃശ്യം, ആ മനുഷ്യനെ നമ്മൾ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ ഈ മനുഷ്യനെ മറ്റൊരാളെ ഇതുപോലെ കാണുന്ന സമയത്ത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാവും. ഈ മനുഷ്യൻ്റെ ആ ഒരു സാഹചര്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അത്രമാത്രം പട്ടിണി കൊണ്ടും വിശപ്പ് കൊണ്ടും സാഹചര്യം വളരെ മോശമായതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം രൂപം കിട്ടുന്നത്. ഒരു ക്യാമറ ഇദ്ദേഹത്തിന് മുന്നിലില്ല, ആരോ ഒരു യൂട്യൂബർ എടുത്തൊരു വീഡിയോയുടെ പകർത്തിയ ദൃശ്യമാണിത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു റിയൽ ലൈഫിലല്ല അയാൾ റിയൽ ലൈഫാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിയൽ ലൈഫ് നമ്മളെ മുന്നിൽ തുറന്ന് കാണിക്കുകയാണ്. ഞാനിങ്ങനെയാണ്, എൻ്റെ വിഷയം, എൻ്റെ ആവശ്യം പട്ടിണിയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്നതിനല്ല പണം വേണ്ടത്, ജീവിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിനാണ് പണം. പലപ്പോഴും പല മനുഷ്യരുടെയും ലൈഫ് സ്റ്റൈലും ജീവിതങ്ങളൊക്കെ റീലായിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ഒരു ബ്രാൻഡ് അവയർനെസ്സിൻ്റെ ഭാഗമായിരിക്കാം ഒന്ന്. രണ്ടാമത്, ഇത്തരം ജീവിതങ്ങളൊക്കെ റിയൽ ലൈഫാണ്. പക്ഷേ ഇത്തരം റിയൽ ലൈഫിലുള്ള ആളുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴേ യഥാർത്ഥ റിയൽ ലൈഫും ഒരിക്കലും കളങ്കമില്ലാത്ത റിയൽ ലൈഫായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരം സമൂഹത്തിൻ്റെ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നാളെ സമൂഹത്തിൽ നമ്മൾ പറയാറില്ലേ, നമ്മുടെ സമൂഹത്തിൽ നല്ല സ്കില്ലുള്ള ആളുകളെ വളർത്തി കൊണ്ടുവന്ന സമൂഹത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് വലിയ വലിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇദ്ദേഹം നാളെ അമേരിക്കൻ ഗോട്ട് ടാലൻറ്റ് പോലത്തെ വലിയ വലിയ പ്രോഗ്രാംസുകൾ എത്തിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗോട്ട് ടാലൻറ്റ് പോലത്തെ വലിയ വലിയ പ്രോഗ്രാംസുകളിലൊക്കെ എത്തിപ്പെടുമ്പോൾ ഇദ്ദേഹം ഇതിലൂടെ വളരുന്ന സമയത്ത് ആ മനുഷ്യന് ഒരു സൊസൈറ്റിയിലുള്ള ഒരു പ്രമുഖ വ്യക്തിയായി മാറുന്ന സമയത്ത് അതിൻ്റെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നാട് അറിയപ്പെടുമ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളിലേക്കും ആ സമൂഹത്തിലേക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. നമ്മളെപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമാണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ സാധ്യത ഇന്നത്തെ ലോകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം പേഴ്സണൽ ബ്രാൻഡിങ്ങിന് സാധ്യത കുറഞ്ഞ മനുഷ്യർക്ക് നമ്മളത് ബ്രാൻഡ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടെ നമ്മളെ സൊസൈറ്റിയുടെ കടമയാണ്. അപ്പോൾ ഓക്കെ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം വീഡിയോസുകളൊക്കെ നിങ്ങൾ പകർത്തിയിട്ട് അത് സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഗ്രേറ്റ് സല്യൂട്ട്. ഏതായാലും ആ ഈ വീഡിയോ പകർത്തിയിട്ടുള്ള ഏതൊരു യൂട്യൂബ് ചാനൽ ആണ്, ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലെറ്റ്സ് ഈറ്റ് ആൻഡ് ട്രാവൽ. വളരെ മനോഹരമായിട്ടുണ്ട്, ഒരുപാട് അഭിനന്ദനമായിട്ടുണ്ട് ലെറ്റ്സ് ട്രാവൽ ഈറ്റ്. അപ്പോൾ